കള്ളാടി മണ്ണിടിച്ചിലിൽ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കുമെന്ന വിദഗ്ധ സമിതി. പ്രത്യക്ഷത്തിൽ വലിയ അപകടാവസ്ഥയില്ലെന്നും മണ്ണ് എങ്ങോട്ട് മാറ്റുമെന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും വിദഗ്ധ സമിതി അറിയിച്ചു. കള്ളാടി സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. ജോഷിലയാണ് ചേരുന്നത്. ജോഷില, എന്താണ് വിശദാംശങ്ങൾ? അക്ഷയ്, കള്ളാടിയിൽ ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിവെച്ച മണ്ണ് ഇടിഞ്ഞിട്ടാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ട നിലയിൽ തന്നെയാണ് ഇപ്പോഴും. ആ ഭാഗത്തെ മണ്ണ് മാറ്റേണ്ടതുണ്ടോ എന്നുള്ള പരിശോധന നടത്താൻ വേണ്ടിയാണ് ഇന്ന് വിദഗ്ധ സമിതി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കോഴിക്കോട് NIT പ്രൊഫസർ സന്തോഷ് ജി തമ്പി, അതുപോലെ തന്നെ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ശ്രീലേഷ് എന്നിവരാണ് ഇവിടേക്ക് പഠനം നടത്താനായി എത്തിച്ചേർന്നത്. 3 പേരടങ്ങുന്ന സമിതിയിൽ 2 പേർ മാത്രമാണ് ഈ പരിശോധന നടത്താനായി എത്തിയത്. അവർ പറഞ്ഞ കാര്യം, ഈ ഭാഗങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം അവർ നടത്തിയ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളാണ്. ഒരാഴ്ചക്കകം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ വലിയ അപകടാവസ്ഥയൊന്നും ഇപ്പോഴില്ല എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് അവരുടെ പ്രാഥമിക നിഗമനം. എന്നാൽ പ്രകൃതിയാണ്, എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഒന്നും പറയാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് അവർ ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു പ്രകൃതിയുടെ അവസ്ഥയിൽ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ മണ്ണ് കൂട്ടിയിരിക്കുന്ന ഭാഗത്തിന് വലിയ അപകടമൊന്നും വരുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതായത് സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലാണ്. അവിടെ നിന്ന് മണ്ണ് മാറ്റാൻ സാധിക്കുകയില്ല. കാരണം വീണ്ടും ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ഈ മണ്ണ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വളരെ ദൂരത്തേക്ക് ഈ മണ്ണ് മാറ്റിയാൽ അത് വലിയ പ്രശ്നമായിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടന്നത് പ്രാഥമിക പരിശോധന മാത്രമാണ്. അതുപോലെ തന്നെ ഡ്രോൺ സർവേ നടത്തി പരിശോധിക്കും എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അക്ഷയ്, ശരി. PV ജോഷിലയാണോ വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്?